ഇത് നമ്മൾ ഇല്ലിക്കൽ കല്ല് പോകുന്ന വഴിയാണ്. ഇത് അക്ഷയും അനന്തവും പോകുന്നു. ഇവിടെ അതിൽ കല്ലൊക്കെ കെട്ടിയിട്ടേക്ക്. അതേ അങ്ങ് ദൂരെ നല്ലൊരു ഇതിലുണ്ട്. നല്ല തണുപ്പുണ്ട്. വരുമോ? നമ്മളിപ്പോ നിൽക്കുന്നത് കോട്ടയത്തെ ഇല്ലിക്കല്ലെന്ന സ്ഥലത്താണ്. എന്താ നല്ല സെറ്റപ്പ് സ്ഥലമല്ലേ. ഇതൊരു ജീപ്പ് കോമ്പസ് ഉണ്ട്, ഒരു കാറുണ്ട്, ഒരു വോക്സ്വാഗൺ ഉണ്ട്. ഞങ്ങള് 2 R15 വന്നത്. അതേ ഇരിക്കുന്നു. എൻട്രി ഫീ ഒരാൾക്ക് 15 രൂപ വെച്ചാ വാങ്ങുന്നത് ഇവിടെ. പിന്നെ ഫിലിം ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ 10,000. ഫിലിം ഷൂട്ട് എന്ന് പറയുമ്പോൾ ഇതുപോലെ ഡോക്യുമെന്റോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാനായിട്ട് വരുന്നവരാ. ഇവിടെ ഈ ഒരൊറ്റ കടയേ ഉള്ളൂ. മേലേക്കൊരു കടയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു, പക്ഷെ ഇപ്പം അതില്ലെന്ന് ഇവരുള്ളവർ പറയുന്നു. അതെ, ഇവാൻറ്റിസം ജഗനെന്ത് ഫിനിക്സിൽ വരെ. എങ്ങനെ ഉണ്ടായിരുന്നു അതിന്റെ സെക്യൂരിറ്റി? പോളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളി ഓഫ് റോഡ് വണ്ടി ആണോ? എന്റെ പൈസ ജഗന്റെ അല്ല. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാ ഫിനിക്സിന്റെ ഇതിനെ കുറിച്ച്. മോനെ, ഇത് ചെറിയ വണ്ടിയാന്ന് പറഞ്ഞാല് വെറും പൊളി എന്ന് പറഞ്ഞാൽ എന്താ പറയാ, വെറും പൊളിയാണ്. ഈ മലയൊക്കെ അങ്ങോട്ടൊന്ന് കാണിച്ചാൽ ഈ മല ഇത്രയും കയറ്റം ഇറക്കും ഒക്കെ ഇത്രയും സുഖമായിട്ട് കയറും. ഒരു നടക്കുന്ന ഫീലേ ഉള്ളെങ്കിൽ സുഖമായിട്ട് കയറി. അതെ, വേണ്ടോ വണ്ടി വന്ന് ഏതാ വണ്ടി വന്നുണ്ടോ? ഫിനിക്സ് എത്ര ഉണ്ട് ഇതിന്? CC എത്ര ഉണ്ട്? 125. എന്റെ മോനെ, ഇവിടെ R15 ഒക്കെ വെച്ച് വന്നപ്പോ ഇവിടെ നമ്മുടെ ചെക്കൻ ഇവാൻറ്റിസ് വന്നത് ഫിനിക്സിലാണ്. ഏതാ അല്ലേ, പവർ അല്ലേ? അനന്തു ഇവിടെ R15 ഇതൊക്കെ എടുത്തോണ്ടിരിക്കുക. എൻട്രി ഫീ എത്ര? 15 ഒരാൾക്ക് 15 രൂപയൊക്കെ വെച്ച് മേടിക്കും. എൻട്രി ഫീ എടുത്തതിന് ശേഷം നമുക്ക് മുകളിലോട്ട് കയറാൻ പറ്റത്തുള്ളൂ. ജീപ്പിനും കാറിനൊക്കെ ആണെങ്കിൽ എത്ര? 30 രൂപ. ജീപ്പ് സഫാരി അതിനൊക്കെ 30 രൂപ. നല്ല അടിപൊളി സ്ഥലം.
ബാക്കി ഇനി നമുക്ക് മുകളിലോട്ട് പോയിട്ട് എടുക്കാം. ഇപ്പൊ ഇനി ഇവിടുന്ന് 1.5 കിലോമീറ്റർ മുകളിലോട്ട് കിടക്കണം അല്ലേ? വ്ളോഗൊക്കെ ചെയ്യുമ്പോഴത്തേക്കും പാസ് എടുക്കുന്ന ചേട്ടന്മാരൊക്കെ എടുക്കണം. അതിനെടുത്തായിരുന്നു. ചേട്ടന്മാരായിട്ട് പാസ് എടുക്കുന്ന വർത്താനം പറയാനൊക്കെ എടുക്കണം. എല്ലാം എടുത്തു. ഇനി ഇവിടെ നിന്ന് 1.5 കിലോമീറ്റർ മുകളിലോട്ട് നടക്കുമ്പോ അവിടെ ഒരു ബോർഡ് കാണും. അതാണ് ഡെസ്റ്റിനേഷൻ. നമ്മള് ഇല്ലിക്ക കല്ല്, അവിടെ ഒരു കല്ലുണ്ട്. ആ കല്ല് അവിടെ ഒരു നിപ്പുണ്ട്. അവിടെയാണ് നമ്മൾ പോകുന്നത് ഇപ്പൊ. അതെ. പക്ഷെ ഇത്ര നാളെന്ന് പറഞ്ഞാൽ ഇതുപോലെ ടിക്കറ്റ് കൗണ്ടർ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഫ്രീ ആയിരുന്നു. നമ്മള് അങ്ങ് മുകളിൽ ചെല്ലും, വണ്ടി അവിടെ ചെല്ലും. നമുക്ക് വണ്ടി മുകളിലോട്ട് നേരത്തെ കയറ്റായിരുന്നു. പിന്നെ അങ്ങ് എന്നിട്ട് അതിന് മലയെ കയറിയിട്ട് അതിന്റെ അപ്പുറത്തോട്ട് നമുക്ക് പോകാൻ കല്ല് കാണാനേ വരത്തുള്ളൂ. പക്ഷെ എന്നാലും ആൾക്കാർ ഇറങ്ങി അതിന്റെ കണ്ടതിലൊക്കെ കയറുമായിരുന്നു. പിള്ളേരൊക്കെ അങ്ങനെ ഒരുത്ത മരിച്ചു പോകുക ചെയ്തു. അതിൽ പിന്നെ വേലിയൊക്കെ കെട്ടി ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ആക്കി. എന്തോ ഇൻസ്പിറേഷണൽ സ്റ്റോറി. പിന്നെ ഇവിടുന്ന് പിന്നെ ജീപ്പ് സർവീസ് ആയിരുന്നു കൊറോണയ്ക്ക് മുമ്പ്. നമ്മൾ ആ സമയത്ത് കൊറോണ ആയതുകൊണ്ടാണ് ഇല്ലാത്തത്. അപ്പൊ കൊറോണ ആയതുകൊണ്ട് ജീപ്പ് നിർത്തി. കൊറോണയ്ക്ക് മുമ്പേ ജീപ്പ് സർവീസ് ഉണ്ടായിരുന്നു. എത്ര രൂപ അറിയത്തില്ല. ചിലപ്പോ ഈ ടിക്കറ്റ് അവർക്ക് ഇൻക്ലൂഡ് ആയിരിക്കും. ഇനി ഒരുപാട് നടക്കാനുണ്ട്. അപ്പൊ ഇനി മുകളിലോട്ട് എത്തിയിട്ട് നമുക്ക് ബാക്കി കാണാം. ഇത് എത്ര നടന്നിട്ട് എത്തുന്നില്ല. എടാ അക്ഷയ്, ഇനി എത്ര ദൂരം ഉണ്ട്? ഓ അതിലൊക്കെ തളർന്നു ഒരു വഴിയായി. അയ്യോ, ഇനിയും കുറെ കയറാനുണ്ട്. അപ്പൊ ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അങ്ങനെ അവസാനം അതിന്റെ അടുത്തോട്ടെങ്ങാണ്ട് എത്താറായി. ഇതെല്ലാവരും ഇവിടെ ഇരിക്കുക, തളർന്നിരിക്കുകയാണ്. നമ്മൾ കുറച്ചും കൂടി മുകളിലോട്ട് എത്തിക്കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ കിട്ടും. എല്ലാവരും നടന്ന് തളർന്ന് അവിടെ ഇരിക്കുക. ഇനി കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഇനി കയറാം, റെസ്റ്റൊക്കെ എടുത്തിട്ട്. അന്ന് വെള്ളം കുടിച്ചതിന്റെ ഒരു ഇതിൽ ഇപ്പൊ കയറി വന്നു. മുകളിൽ നിന്നൊക്കെ ആൾക്കാർ ഇറങ്ങി വരുന്നുണ്ട്. അപ്പൊ അവരൊക്കെ ഇറങ്ങി വന്നു കഴിഞ്ഞിട്ട് നമുക്ക് പോവാം. ഇവിടെയൊക്കെ ഏതാണ്ട് പണ്ട് കടയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ കൊറോണയൊക്കെ ആയതുകൊണ്ട് എല്ലാം മാറ്റിയെന്നാ പറയുന്നത്. എന്തോ പണിക്കൊക്കെ ആയിട്ട് ചരലൊക്കെ വരെ ഇട്ടിട്ടുണ്ട്. ക്ഷീണിച്ചിരിക്കാണ്. സോ വ്ലോഗ് ചെയ്യാനുള്ള നല്ല മടുപ്പാണ്, നല്ല സുഖമാണ്. എന്തോ ആസ്വാദനമാണ് ഇപ്പോൾ. ആശ്വസിക്കുക, എന്തോ പറയുന്നത്? ആശ്വസിക്കുക, ആസ്വദിക്കുക, എൻജോയ്മെന്റ്. ഇതാണ് ഇവിടെ നമ്മളെ കെട്ടി വലിച്ചോണ്ട് കൊണ്ടുവരുന്ന വണ്ടി. ഇതാണെങ്കിൽ ടാർപ്പ ഇട്ടിട്ട്. അത് ജനറേറ്റർ അല്ലേ? അല്ല, അതിന് ഇവിടുത്തെ കെട്ടി വലിച്ചോണ്ടിരിക്കുന്ന വണ്ടിയാണ് അത്. കയറൊക്കെ ഇട്ടിട്ടുണ്ട് താഴെ. വാ, ഇനി പതിയെ മുകളിലോട്ട് നടന്നു കയറാം. ഞങ്ങളുടെ ഗൈഡ് അക്ഷയാണ്. അക്ഷയ് പിന്നെ ഇട്ടുകാട്ടിൽ. അക്ഷയല്ലടാ കോട്ടയത്തുള്ള. അപ്പൊ അവനല്ലേ കുറച്ചും കൂടി നന്നായിട്ട് അറിയാവുന്നേ. ഇത് ടോപ്പല്ല, ടോപ്പ് ഇനിയും കയറാനുണ്ട്. ഇവിടെ ഏതാണ്ട് ഒരു നല്ല അത്യാവശ്യം ഒരു കിടു വ്യൂ ഒക്കെ ഉണ്ട്. അതെന്റെ കണ്ണുകളൂടെ കാണാം ഈ പ്രകൃതിയൊക്കെ. ഞാൻ കാണുന്ന ചുവപ്പാണ്.
പഴത്തല്ലയോ? എവിടെ പഴുത്തില് എവിടെ? അത് ബ്ലോക്ക് ചെയ്യാൻ പോകും. അപകട മേഖല പ്രവേശനം നിരോധിച്ചിരിക്കും. ശിവ ഉണ്ടായിരുന്ന തള്ളി താഴെ ഇട്ടു പോകായിരുന്നല്ലോ. പറഞ്ഞു തള്ളി ശിവനെ കൊണ്ടുവരുന്ന അടുത്ത തള്ളു കേട്ടാ. നമ്മുടെ ഇതുവഴിയാണ് നമ്മൾ ഈ വഴിയല്ല, നമ്മൾ ആ വഴിയാ വന്നെ. പിന്നല്ല ഈ വഴി നമ്മൾ ഇവിടെ വല്ല മൃഗങ്ങളും കാണൂലേ? ഇനി ഇത് എവിടം വരെ കയറണം, അതാണ് മെയിൻ സ്ഥലം. ഇതാണ് ഇല്ലിക്കല്ല്. എവിടെ പോയി ചിന്ത നോക്കി അച്ഛയുടെ ചിന്ത നോക്കി. എന്ത് അക്ഷയ്ക്ക് എന്ത് പറ്റി? താഴെ പോയി കഴിഞ്ഞാൽ താഴെ കാട്ടുവാസികളാണ് നമ്മളെ രക്ഷിക്കാൻ. സിനിമയ്ക്കത്തൊക്കെ ഏത് സിനിമയാടാ? പിന്നെ പുസ്തകം പ്രെഡേറ്റേഴ്സ്. ബാംബു ബോയ്സിലെ അവന്മാരാണ്. പട്ടി 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 പുലി അങ്ങാണ്ട ടി വി വന്നപ്പോ പറക്കണ പക്കി. ചാടി നോക്കിയ എന്ത് വെച്ചെന്ന് നോക്കട്ടെ. അങ്ങോട്ട് കയറാം, അടുത്ത പിന്നെ കയറാം. മുളി കയറാം. ഇവിടെ നിന്നിട്ട് പോവാ. മോളിൽ പോവാം, വാ. അല്ല മൂപ്പങ്ങ് പോവും. അപ്പൊ ഇനി അടുത്ത മുകളിലോട്ട് കയറാൻ പോവുകയാണ്. ഇവിടെ സ്റ്റെപ്പ് ഒന്നുമില്ല. മുകളിലോട്ട് അതാ പറഞ്ഞ മുകളിലോട്ടോ. അധികം ആൾക്കാരൊന്നും ഇല്ല അല്ലേ? ഇല്ല, ഇപ്പൊ ഈ സമയം വേണ്ട. അതിന്റെ ഫോട്ടോ എടുത്തോ? ഫോട്ടോ എടുത്തില്ല, വീഡിയോ എടുത്തിട്ടുണ്ട്. ആ സൈഡിൽ കൂടെ കഴപ്പ് പഠിച്ചമാര് കേറി അതിന്റെ മുകളിൽ പോയില്ല. അതിന്റെ മേളിലോ? ഇതിന്റെ ഈ സൈഡിൽ കൂടെ കേറി അതിന്റെ മുകളിൽ ചെല്ലും. അതാണോ നീ പറഞ്ഞ നേരത്തെ താഴ്ത്ത് പോകുന്നെന്ന് പറഞ്ഞു? എന്റെ കേറുമല്ല അതിന്റെ മുകളില്. സത്യം. വേണ്ടേ, മുകളിലോട്ട് ഇനി കയറാൻ പോവുകയാണ്. ഇവിടെ പിടിച്ചു കയറാനൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട്. വലുതായിട്ട് തെന്നലൊന്നുമില്ല, തെന്നുന്നൊന്നുമില്ല, എന്നാലും സൂക്ഷിച്ചൊക്കെ പോകേണ്ടി വരും. നല്ല വ്യൂ ആ ഇവിടെ നിന്ന്. കയറി പോവാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇത് പിടിക്കാനൊക്കെ കമ്പിയൊക്കെ ഉണ്ട്. വലുതായിട്ട് തെന്നൊന്നുമില്ല, എന്നാലും സൂക്ഷിച്ചൊക്കെ പോകേണ്ടി വരും. അതെ എൻ്റെ അമ്മ. നല്ല വ്യൂ. തളർന്നതല്ലേ, ആസ്വദിക്കുന്നതല്ലേ. സൂക്ഷിച്ചൊക്കെ ചെല്ലണേ, പുറകെ ഞാനുണ്ട്. ഉരുണ്ടെങ്ങാനും വീണ. ആസ്വദിച്ച് പതുക്കെ വരുന്നുള്ളൂ. ഉയ്യോ, അടാ ഇനിയും കയറാനുണ്ടോ? എൻ്റെ അമ്മേ. ഏറ്റവും നല്ലൊരു സംഭവം എന്താന്ന് വെച്ചാ, എൻ്റെ ഏറ്റവും മണ്ടയ്ക്ക് വന്ന ഒരു നല്ലൊരു വ്യൂ കിട്ടും. പക്ഷെ സൂക്ഷിച്ചൊക്കെ കയറണം. അയ്യോ, നല്ല വ്യൂ അല്ലേ? പൊളി. ശ്വാസം വിട്ടിട്ട് മതി. എൻ്റെ അമ്മേ, അതിലിന് വയ്യ, അതില് വയ്യപ്പേ കയറി വരെ. ആസ്വദിക്കോ? രമണീയരുപ്പം. നമ്മൾ അവിടുന്ന് അവിടെ കയറി വന്നേ
എന്റെ മോനെ അവിടുന്നാടാ കേറി വന്നേ. ഞങ്ങളിത് കേറി വന്ന സ്ഥലം എന്തേ? എന്റെ മോനെ ഇതേ കാണാം. അതാ നിങ്ങൾ കേറിയ സ്ഥലം. എന്റെ പൊന്നെ, ഇപ്പൊ എന്തോരം കേറിയല്ലേ നമ്മള്. അതാ ഇല്ലിക്കല്ല്. ഓ അങ്ങനെ അവസാനം എന്ത് ടോപ്പിലെത്തിയിട്ടുണ്ട്. അവിടം വരെ പോവാനൊന്നും പറ്റത്തില്ല, അവിടെ വഴിയൊന്നുമില്ല. ചിലരൊക്കെ കയറി പോയിട്ടുണ്ട്, പോയവരൊക്കെ അതുപോലെ തന്നെ മേലേക്ക് പോയിട്ടുമുണ്ട്. അതുകൊണ്ട് അത് നമ്മൾ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇവിടെ പിന്നെ വേറൊരു കാര്യം, ഭയങ്കര വെയില. ഓ രക്ഷയില്ല, ഭയങ്കര ചൂട്. പക്ഷെ നൈസ് വ്യൂ ആ ഇവിടെ. താഴേക്ക് വിലയില്ല, അതുകൊണ്ട് നമുക്ക് താഴോട്ട് പോവാം. ഇവിടെ ഭയങ്കര വെയില്. ഇങ്ങനെ തിരിച്ച് താഴോട്ട് നടക്കാം അല്ലേ? താഴേക്ക് ഇറങ്ങുന്നിട്ട് റിസ്ക് ഉള്ള പണിയല്ലേ? എന്റെ പൊന്നെ, അത്രയും കേറി വന്നോ നമ്മള്? താഴേക്ക് ഇറങ്ങുന്ന ഭയങ്കര റിസ്ക് ഉള്ള പണിയാ, പിടിച്ചിറങ്ങണം. അതിന്റെ ഇടയിൽ കൂടെ ഇനി ഫോണും കൂടി വെച്ച് വീഡിയോ എടുക്കുകയാണെങ്കിൽ എല്ലാം കൂടി ഉരുണ്ട് താഴോട്ട് പോകും. നമ്മൾ ഇല്ലിക്കൽ കല്ലിൽ നിന്ന് തിരിച്ചു അവിടെയാണ് നമ്മൾ പോയത്. ആ കാണുന്ന മല ഉണ്ടോ, അവിടെയാണ്, അതായിരുന്നു ഇല്ലിക്കൽ കല്ല്. നമ്മളിനി തിരിച്ച് വാഗമണിലോട്ട് പോകാൻ പോവുകയാണ്. നല്ല റോഡാണ് ഇവിടെ. ആ കാണാം. അങ്ങനെ നമ്മളിപ്പോൾ വാഗമൺ എത്താറായി. ഇനി ഏതാനും ദൂരം മാത്രം. അവിടെ സ്ലോ അവിടെ ഏത് സിനിമയില? ആടാ ഇത് വരത്തൻ സിനിമയ്ക്കകത്തുള്ള. എടാ വരത്തനല്ലേ? വരത്തൻ. ആ എനിക്ക് മനസ്സിലായോ ഞാൻ കണ്ടതാ. എനിക്ക് മനസ്സിലായി. ഡയലോഗ് അടിക്കും. ഇത് വരത്തൻ സിനിമയില് മറ്റേ സെറ്റപ്പ് അല്ലേ? പണ്ട് ലേലത്തിനകത്ത് പണ്ട് ഇവിടെ ഒരു ഹോട്ടലായിരുന്നു. ഒരു കഴിച്ചിട്ട് കടുക് നോക്കട്ടെ ഇങ്ങോട്ട് മാറുന്നത്. അത് ഇതായിരുന്നല്ലേ? ഓ ഓ വന്നിട്ട് എന്റെ മോനെ, നിനക്ക് കഴിഞ്ഞ സൈറ്റിലായിരുന്നു ഒരു വീഡിയോ. എനിക്ക് അവിടുന്ന് കണ്ടപ്പോ എനിക്ക് മനസ്സിലായില്ല. എനിക്ക് അവിടുന്ന് കണ്ടപ്പോ എനിക്ക് ഇത് കണ്ടപ്പോ ഇത് പിന്നെ കെട്ടിയതല്ലേ? ഞാൻ അവിടുന്ന് കണ്ടപ്പോ എനിക്ക് മനസ്സിലായില്ല. ഇപ്പൊ നോക്കി ബിൽഡിംഗ് മാത്രം ശ്രദ്ധിച്ചപ്പോ മനസ്സിലായി. ആ ശരിയാ, നൈസ്. അപ്പൊ ഇത് വരത്തൻ സിനിമയിലെ മറ്റേ ലൊക്കേഷനാ. ഫഹദ് ഫാസിലും മറ്റേ പുള്ളിയുടെ പേരെന്ത്? മറ്റേ ഡയറക്ടർ അടാ അമൽ നീരദല്ലടാ. ട്രാൻസിലൊക്കെ ഉള്ള മറ്റേ പുള്ളിയില്ലേ? എടാ വരത്തനില് ഫഹദ് ഫാസിലിന്റെ കൂടെ ഒരാൾ ഇവിടെ നിക്കത്തില്ലേ കാറില്, കാപ്പി പൊടിയൊക്കെ? എടാ അവളും അവനും കൂടെ ഉള്ള ഷൂട്ട് അവിടെ ഇന്ന് പോടെ ഇറക്കാനിച്ച്. അവനും റേഞ്ച് കിട്ടുന്നില്ല. നിന്റെ താഴോട്ടൊക്കെ പോയി തീർന്നല്ലേ എന്റെ മോനെ? എന്താ സെറ്റപ്പ്? അതിലും താഴോട്ട് പോയിട്ട് വരുന്നോ? അവിടെ
എന്നാ വാ. മണ്ടയ്ക്ക് കയറാം. താഴോട്ടൊക്കെ വീണം തീർന്നു. ഇതേ ആ ബിൽഡിങ്ങിന്റെ ടോപ്പ് വ്യൂ ആണ്. ഏതാണ്ട് പുലിയുടെ ഒക്കെ പ്രതിമയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്തോ നല്ല വ്യൂ അല്ലേ, പുളി. പക്ഷെ താഴേക്ക് പോയാൽ തീർന്നു. പതിക്കെ എടുത്തുതരാം. ഇത് എന്റെ മോനെ, അത് കൊടുത്തിട്ടാണ് നീ കേരള ഗവൺമെന്റ് പൈസ കൊടുക്കാൻ. വാഗമണിലെ തേയിലത്തോട്ടങ്ങൾ. അതൊക്കെ റിസോർട്ടല്ലേ? റിസോർട്ട് ഫോഗി നോൾസ് എന്ന് പറയുന്ന റിസോർട്ടൊക്കെ ഇവിടെ ഉണ്ട്. വരുമ്പോഴൊക്കെ കയറിയിട്ട് നോക്കാവുള്ളൂ. അങ്ങ് ദൂരെയൊക്കെ റിസോർട്ട് ഇഷ്ടംപോലെ ഉണ്ട്. അങ്ങനെ നമ്മളത് മെയിൻ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ഇതെല്ലാം ഓഫ് റോഡിന് ഇട്ടേക്കുന്ന ജീപ്പൊക്കെ. ഇതൊക്കെ നമ്മളെ ATM പോകുന്നത്. ATM
എവിടെയെങ്കിലും ഉണ്ടോ എങ്കിൽ തപ്പി തപ്പി പോവുകയാണ് ഞങ്ങൾ. ഇവിടെ ഉള്ളവരുടെ ഫുള്ളും ജീപ്പാ. അങ്ങനെ ATM കിട്ടി. ഈ പൈസ എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കണം. നല്ല തിരക്കല്ലേ. അവസാനം ATM ബാങ്കും കിട്ടി. പക്ഷെ ഹോട്ടലിന്റെ പേരെന്താ? പാരീസ് ഹോട്ടലിലെ ബിരിയാണിയും മുട്ടയും ചിക്കനും പപ്പടവും ചമ്മന്തി സ്പെഷ്യലായിട്ട് ചമ്മന്തിയൊക്കെ ഉണ്ട്. ബിരിയാണിയുടെ കൂടെയൊക്കെ ചമ്മന്തിയൊക്കെ ഉണ്ട്. ഇവിടുത്തെ വെറൈറ്റി ആയിട്ട്. എങ്ങനെയുണ്ട് ബിരിയാണി? എങ്ങനെയുണ്ട്? അല്ലേ? ഇത് ഇവിടെ അതിൽ 2 മുട്ടയൊക്കെ കിട്ടിയിട്ടുള്ളത്. വളരെ നല്ല ഹോട്ടലാണ്. പിന്നെ നമുക്ക് കഴിച്ചു കഴിഞ്ഞിട്ട് കാണാം. V3ന്റെ ഏരിയകളിയല്ലേ? V3യുടെ ഏരിയകളി. ഇതാണ് പൈൻ വാലി വാഗമണില്. എന്ത് മറ്റേ കടലിന്റെ തീരത്തുള്ള വണ്ണം വെച്ചെന്നുണ്ട്. കടലിന്റെ തീരത്തുള്ള മര പക്ഷെ ഇതിരി വണ്ണം വെച്ചായിരുന്നു. കിടുമ്പോ എല്ലാരും ടാഗ് ചെയ്തിട്ടാണ് കേട്ടോ ഇടുവാണെങ്കിൽ. അത് തന്നെ ഞാനും പറഞ്ഞ എല്ലാണോ ഇതാണ് നമ്മുടെ പൈൻ വാലി. പൈൻ വാലി നമ്മളൊന്നും അതിപ്പോ പറയാൻ പറ്റില്ല. എന്റെ 10ാം ക്ലാസ് ഓർമ്മകൾ. വളക്കം പുറമെ പാരീസ് തന്നെ ചാൻസ് ഉണ്ടല്ലേ? സൈഡ് പിടിച്ചു പോവാ. ഉരുണ്ട് വന്ന് വീഴും അതില്. ഇവിടെ എടുക്കാം. നിന്റെ ക്യാമറ ഇപ്പൊ അല്ല, ഞാൻ വ്ലോഗ് ചെയ്തോണ്ടിരിക്കുകയാണ്. അനന്തോന്ന് എടുത്ത് ഫോട്ടോ. അക്ഷയ് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോസൊക്കെ ചെയ്തങ്ങ് നിക്കുകയാണ്. എന്നാ ഞാനും ചെന്നിരിക്കുക. ഞങ്ങളെല്ലായിടത്തും ഉണ്ട്.
ഇത് നമ്മുടെ പൈൻ വാലിയാ, പൈൻ വാലി. എല്ലായിടത്തും ഇതേപോലത്തെ മരം. നമുക്കെന്നാ പോവാം. വാ അക്ഷയ്, എണീക്ക്. പോടാ എഴുന്നേക്ക്. തെന്നി വീഴാൻ നല്ല ചാൻസ് ഉണ്ട്. അവന്മാര് അവിടെ ഇരിക്കുകയാണ്. ജഗാ പിന്നെ നമ്മൾ മാത്രമായിട്ട് പോകുന്നത്. ആ ചുമ്മാ പോയിട്ട് വരാം. എനിക്ക് എപ്പോട്ടെ വേണേ എടാ വെൻസ് ഒന്ന് പിടിച്ചേ. എന്തോന്നു ഇങ്ങനെ തന്നെ പിടിക്കും. വീഡിയോ ഇപ്പൊ തന്നെ 50 പേര്. 50 ഇപ്പൊ ഇവിടെ 50 പേര് ഇവിടെ നന്നായിട്ട് അതിനെയും കാട്ടി ഇവിടെ ഇരിക്കുകയായിരുന്നല്ലേ. ഇതാ നല്ല സെറ്റപ്പ് സ്ഥലം. ഇവിടെ അല്ലേ മറ്റേ ആ പുള്ളിക്കാരി ഉള്ളത്. കണ്ടോ എന്റെ മോനെ. ഇനി താഴോട്ടൊന്നും പോകാൻ പറ്റത്തില്ല. താഴോട്ട് വൻ വിഷയ. താഴോട്ട് കാട് പോലെയൊക്കെ. ഇവിടെ മരമൊക്കെ വെട്ടിയിട്ടിട്ടുണ്ട്. എല്ലാവരും വന്നിട്ട് തിരിച്ചു പോകുക. പൈസ കിട്ടുവോ? ഇത്രയും ഇവിടെ വെച്ചുപിടിപ്പിച്ച ബ്രിട്ടീഷ് അധികാരികൾ. നല്ല കിടുക്കൻ സ്ഥല. ഇനി ഇവിടെ നിന്ന് തിരിച്ചു പോവുകയാണ്. അവിടെ ഇനി അങ്ങോട്ടൊക്കെ ഭയങ്കര കാട. ഞങ്ങൾക്കിപ്പോ തിരിച്ച് നടന്ന് ഇതിന്റെ എൻട്രി പോയിന്റിലോട്ട് പോയിട്ട് തിരിച്ചിനി മൊട്ടക്കുന്നിലോട്ട് പോവാം. പൈൻ ഫോറസ്റ്റിൽ നിന്ന് തിരിച്ചിനി കോട്ടയത്തോട്ട്.